ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബേബി സിനാർ കാസർഗോഡ്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എല്ലാ ഡോക്ടർമാരും സജഷൻ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സാധനമുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കാം. എൻ്റെ വീട്ടിലും ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കിഴങ്ങ് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ ആരോ റൂട്ട്. അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ ഇതിനെ കൂവ എന്ന് പറയും. എൻ്റെ വീട്ടിൽ കുറച്ച് കൂവ ഉണ്ട്. ഇത് ഇവിടുത്തെ ഉള്ളതാ ഈ ഇവരെ കൂവ ഉണ്ട്. ഇത് നമ്മൾ കൃഷിയാക്കിയതല്ല, എന്നാലും തനിയെ വളർന്നു വന്ന ഒരു കൂവയാണിത്. വെളുത്ത കൂവ. കൂവ 2-3 തരത്തിലുണ്ട്. ഇത് വെളുത്ത കൂവയാണ്. വെളുത്ത കൂവയുണ്ട് ആരോ റൂട്ട് ഉണ്ടാക്കാൻ നല്ലതാണ്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൽ കൂവ എത്ര ശതമാനം ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ കുട്ടികൾക്ക് കൊടുക്കാൻ ആവശ്യമായ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് ഈ ഇത്തരം വെളുത്ത കൂവയെന്നാണ്. ഈ കൂവപ്പൊടിക്ക് കിലോന്, നല്ല കൂവപ്പൊടിക്ക് എത്ര വിലയുണ്ട്? എനിക്ക് തോന്നുന്നു കിലോന് 1000-ന് മേലെ വിലയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത് എല്ലാ ഏരിയയിലും ഇത് കാണും. ഇപ്പോൾ മഴക്കാലമായാലും നല്ല പൂവാന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പൂത്തിട്ടൊന്നുമില്ല. ഇത് ഉണങ്ങിയാൽ ഉടനെ ഇത് കിടക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ഇലകൾക്കെല്ലാം വാട്ടം വന്നാൽ ഉടനെ കിടക്കാം. ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കളിച്ച് കാണിച്ചു തരാം, നോക്കിക്കോ. ഇത് ഇത് വലിയ കൃഷിയല്ല, എന്നാലും ഇതാ ചെറിയ തരത്തിലെ കൂവ നമുക്ക് ഇന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതാ കൂവ. ഇതിനെ നന്നായി ചെരണ്ടി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചിട്ടാണ് നമുക്ക് കൂവ പൊടി ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കഴിക്കാൻ കൊടുക്കുന്നത് നമുക്ക് കൂവപ്പൊടിയാണ്. ഈ കൂവപ്പൊടി ഇപ്പോൾ നമുക്ക് ആരോ റൂട്ട് എന്ന രൂപത്തിൽ ഗൈനക്കോളജിസ്റ്റിൽ എഴുത്തുണ്ട്. ആരോ റൂട്ട് പൊടി നിങ്ങൾ മരുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോളൂ. പക്ഷേ ഈ ആരോ റൂട്ട് പൊടിയാണ് നമ്മുടെ കൂവപ്പൊടി. അത് എല്ലാവർക്കും അറിയുന്നറിയില്ല. ഇങ്ങനെ ഇത് എളുപ്പത്തിൽ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ പൊടി ഉണ്ടാക്കാനും പറ്റിയ ഒരു കൃഷിയാണ് ഈ കൂവ. അതുകൊണ്ട് എല്ലാവരും കൂവ കൃഷി ചെയ്യുക. കൂവ കൃഷി ഏക്കർ കണക്കിന് ചെയ്ത് പിന്നെ ലാഭം നേടുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇത് പച്ചക്ക് തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് പച്ചക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിഴങ്ങാണ് ഈ കൂവപ്പൊടി. അതുകൊണ്ട് എല്ലാവരും കിഴങ്ങ് കൃഷി, കൂവ കൃഷി ചെയ്യണമെന്നാണ്, ചെറിയ തോതിലെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, ബൈ.